ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ആ ലോഹ സാന്നിധ്യം മനസ്സിലാക്കിയ രണ്ടിടങ്ങളിൽ അവിടെ പരിശോധന, അത് കൂടുതൽ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതിലെ പ്രതീക്ഷ സ്മിത, നമ്മുടെ ഫോണിന്റെ സിഗ്നൽ കിട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ലോഹത്തിന്റെ ഈ ലോഹ സാന്നിധ്യത്തിന്റെ സിഗ്നൽ കിട്ടിയെന്നുള്ളതാണ് നൽകുന്ന നേരത്തെയുള്ള ഫേക്ക് സിഗ്നലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാർത്ത. അതൊരു സിഗ്നലാണ്, അതൊരു കൃത്യമായ സിഗ്നലാണെന്ന് തന്നെ ജില്ലാ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് വാഹനമാണോ വണ്ടിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് ഇനിയും സമയം വേണ്ടി വരും. അവിടുത്തെ മണ്ണ് മാറണം. 8 മീറ്റർ ആഴത്തിൽ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് അത്ര പേസിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്, പ്രത്യേകിച്ച് ഇത്രത്തോളം വലിയ മഴ പെയ്ത ഒരു സാഹചര്യത്തിൽ കൂടി. അത് കാരണം ആ മണ്ണ് മാറ്റിയാൽ മാത്രമേ ഇത് പാറയിലോ മറ്റോ ഉള്ള ലോഹ സാന്നിധ്യമാണോ അതോ നമ്മുടെ അർജുന്റെ വണ്ടി തന്നെയാണോ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും രണ്ടിടത്തുനിന്ന് സിഗ്നൽ കിട്ടി. ഒരിടത്തെ സിഗ്നൽ അത് പ്രതീക്ഷാ നിർഭരമായ സിഗ്നലാണ്. ആ സിഗ്നൽ എന്ന് പറയുന്നത് അർജുന്റെ ഫോൺ സിഗ്നലിൽ കണ്ടെത്തിയിരുന്ന ടവർ ലൊക്കേറ്റ് ചെയ്തിരുന്ന ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെ, ഏതാണ്ട് അതേ ഭാഗത്ത് കിട്ടുന്ന സിഗ്നൽ എന്നുള്ള നിലയ്ക്കാണ് അതൊരു പക്ഷേ വണ്ടിയുടേതായേക്കുമോ എന്ന പ്രതീക്ഷ നമ്മൾ ഉണ്ടാവുന്നത്. മണ്ണുമാറ്റുള്ള പരിശോധന അവിടെ തുടരുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇതിലെ പ്രശ്നം നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഈ ഇവിടുത്തെ മണ്ണിനും പാറയ്ക്കും ഒക്കെ മെറ്റൽ കണ്ടന്റുകളുണ്ട്. അത് കാരണം ഈ ഫേക്ക് സിഗ്നലുകൾ ആവർത്തിച്ചു വരുന്ന പ്രശ്നം അവിടെയുണ്ട്. അതാണോ എന്ന സംശയം വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഇത് അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ്. എന്തായാലും 7ാം നാൾ ഏതോ ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു ചെറിയ സിഗ്നൽ, ഒരു സൂചന കിട്ടുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ വിലയിരുത്താം. സ്മിത. അതെ ഹാഷ്മി, എനിക്ക് തോന്നുന്നു ഈ തുടക്കം മുതൽ അർജുൻ്റെ കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്. അവരത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫോണിൻ്റെ സിഗ്നൽ കിട്ടിയിരുന്നു, അത് ഈ പ്രദേശത്ത് ഇന്ന സ്ഥലത്ത് നിന്നാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ തെരച്ചിൽ നടത്താൻ എന്താണ് ബുദ്ധിമുട്ട്, അവിടെ തന്നെ ഉണ്ടാകും അർജുൻ എന്നുള്ള ഒരു ഉറപ്പ് ആ ഒരു പ്രതീക്ഷയും അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോൾ 7ാം നാളിൽ അവിടെ ഒരു ലോഹ സാന്നിധ്യം കറക്റ്റ് ആ ടവർ സൂചിപ്പിച്ച സ്ഥലത്തു തന്നെയാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ചെറിയ തുരുമ്പ്, പ്രതീക്ഷയുടെ ഒരു ചെറിയ കിരണം എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ സ്ഥലങ്ങളിൽ, ആ ഇടങ്ങളിൽ തന്നെ മണ്ണ് കൂടുതൽ മാറ്റി പരിശോധന നടത്തുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ 7ാം ദിവസം കടക്കുകയാണ്. ഇപ്പോൾ ഇടവിട്ടുള്ള മഴ ഈ തെരച്ചിലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണോ ഹാഷ്മി? അതുപോലെ ഇപ്പോൾ ഏറ്റവും പുതുതായി ആരെല്ലാം ഉണ്ട് അവിടെ? സൈന്യം ഉൾപ്പെടെ ഏതെല്ലാം സംഘങ്ങൾ എത്തിയിട്ടുണ്ട്? അതുപോലെ ഈ നദിയിലെ തിരച്ചിൽ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി താജ് ഇബ്രാഹിം അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിലാണ് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. രണ്ടിടങ്ങളിലായി 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ മണ്ണ് നീക്കം ചെയ്യുന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. രക്ഷാദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ എത്തുന്നു. സിഗ്നൽ ലഭിച്ചയിടത്ത് മണ്ണ് നീക്കം ചെയ്യുന്നു. രക്ഷാപ്രവർത്തനം തെരച്ചിലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഇടവിട്ട് പെയ്യുന്ന മഴ.